ലിജോ, നിന്റെ EPF അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവ് അല്ലേ? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണ നിനക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. EPF ഓർഗനൈസേഷന്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് നിഷ്ക്രിയ അക്കൗണ്ടുകളിൽ കർശനമായ പരിശോധനയാണ് ആരംഭിക്കുന്നത്. 3 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ ജാഗ്രതയോടെ പരിശോധിക്കാനാണ് ഫീൽഡ് ഓഫീസുകൾക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ അക്കൗണ്ടുകൾ വഴി സാമ്പത്തിക തട്ടിപ്പോ വഴിവിട്ട ഇടപാടുകളോ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൂടിയാണ് പരിശോധന. സർവീസിൽ തുടരുന്നവരുടെ EPF അക്കൗണ്ട് സ്വാഭാവികമായും ആക്റ്റീവ് ആയിരിക്കും. അതിലേക്ക് തൊഴിലുടമ വീതം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ അനക്കമറ്റു കിടക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് ബന്ധപ്പെട്ടവർ കണ്ണോടിക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, KYC എന്നിവ പുതുക്കി ചേർത്തിട്ടുണ്ടാവില്ല. 58 വയസ്സ് കഴിഞ്ഞവരുടെ അക്കൗണ്ടുകളും പ്രവർത്തനരഹിതമായവരുടെ പട്ടികയിലാണ് ഉൾപ്പെടുക. ഇത്തരം അക്കൗണ്ടുകളിൽ 58 വയസ്സ് വരെയുള്ള പലിശ ക്രെഡിറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അക്കൗണ്ടിൽ 3 വർഷമായി ഇടപാടുകൾ നടക്കുന്നില്ലെങ്കിൽ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതൊഴിവാക്കാൻ EPFO ഓഫീസുകളിൽ നേരിട്ടെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ബയോമെട്രിക് പരിശോധന, ഫോട്ടോ എടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായുള്ള പ്രത്യേക ക്യാമ്പുകളും ഉപയോഗപ്പെടുത്താം. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിൽ KYC പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ഇല്ലെങ്കിൽ തൊഴിലുടമ വഴിയോ EPFO ഓഫീസുകളോ വഴിയോ ഇത് നിർവഹിക്കാനാകും.